1 യോഹന്നാൻ 5-ാം അധ്യായം 4-ാം വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ലോകത്തെ ജയിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിച്ച വ്യക്തിയായിരിക്കണം. ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവം. ആരിലൂടെയാണ് വീണ്ടും ജനിക്കുന്നത്? യേശു ക്രിസ്തുവിലൂടെയാണ്. പാപസ്വഭാവങ്ങളെ കുഴിച്ചുമൂടി കർത്താവിൻ്റെ സ്വഭാവമുള്ളവരായി തീരുന്ന ഒരനുഭവം. ഇതാണ് വീണ്ടും ജനനം. ആരാൽ ജനിക്കപ്പെട്ടു? അവൻ്റെ സ്വഭാവമുള്ളവരായി. കർത്താവിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ടതും നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടതും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റേതായിരിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ ലോകത്തെ ജയിക്കും. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ആരിലുള്ള വിശ്വാസം? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൽ വേരൂന്നി തഴച്ച് വളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ലോകത്തെ ജയിക്കും. ആരെങ്കിലും ഈ ലോകത്തെ ജയിച്ചിട്ടുണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. ലോകത്തെ ജയിച്ചത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. ആ കർത്താവിലൂടെ ജനിക്കപ്പെട്ട തൻ്റെ മക്കളും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ജീവിച്ചാൽ ഈ ലോകത്തെ ജയിക്കും. ഈ ലോകത്തെ ജയിച്ച ജയമോ കർത്താവിലുള്ള നമ്മുടെ ആഴമായ വിശ്വാസം. ലോകത്തെ ജയിച്ച കർത്താവിനോടുകൂടെ ജയിച്ചവരായി വാഴുവാൻ നമ്മളെ തന്നെ യേശു കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാം. കർത്താവ് നമ്മളെ ഈ പകൽക്കാലം ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന് സകല പുകഴ്ചയും അർപ്പിക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.